ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോഴേക്ക് ഈ എഴുതിയ ആളടക്കം ഒരു തെറ്റിദ്ധാരണയിലുണ്ട് എന്നാ തോന്നുന്നത്. ഈ ഹുൻസ എന്ന പേരിൽ അറിയപ്പെടുന്ന നപുംസുകം, അതായത് ജന്മന ഈ ലൈംഗിക ഭാഗത്തൊരു വൈകൃതമുള്ള ടീം, അതല്ല ട്രാൻസ്ജെൻഡർ. ഞാൻ നേരത്തെ പറഞ്ഞ LGBT, ഈ ടി ആണ് ട്രാൻസ്ജെൻഡർ. അത് കഴിഞ്ഞിട്ട് QIA, ഈ I ഇന്റർസെക്സൽ, അതാണ് ഈ പറയുന്ന ഹുൻസ. അത് ഉസ്താദന്മാരടക്കം എല്ലാവരും പ്രത്യേകം മനസ്സിലാക്കണം. ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ ആണായി ജനിച്ച് ആണായി വളർന്ന് ഇടയ്ക്ക് വെച്ച് പെണ്ണാണെന്ന് തോന്നിയിട്ട് കൃത്രിമ മാർഗത്തിൽ ലൈംഗിക ഭാഗങ്ങളൊക്കെ മുറിച്ച് 12-13 സർജറി നടത്തണം. 40 ലക്ഷത്തി ചില്ലാൻ രൂപ ചെലവ് വരും. ഒരു 2 വർഷം മുന്നേ ഹോർമോൺ ട്രീറ്റ്മെന്റ് തുടങ്ങണം. പിന്നെ മരിക്കോളം ഹോർമോൺ ട്രീറ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കണം. അങ്ങനെ ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ ട്രാൻസ് വുമണായിട്ട് നിത്യരോഗിയായി മാറുന്നതാണ് ട്രാൻസ്ജെൻഡർ. അതേപ്രകാരം പെണ്ണുങ്ങൾ ആണുങ്ങളായി മാറും. ഒരിക്കലും 100% ഒരു പെണ്ണിന് ആണാവാനോ ഒരാണിന് പെണ്ണാവാനോ പറ്റൂല. കാരണം പിതാവിന്റെ Y ക്രോമോസോമും മാതാവിന്റെ X ക്രോമോസോമും ചേരുമ്പോഴാണ് ആൺകുട്ടി ജനിക്കുക. ഓരോ കോശവും ആണായിരിക്കും. നേരെ മറിച്ച് പിതാവിന്റെ Xും മാതാവിന്റെ Xും ചേരുമ്പോഴാണ് പെൺകുട്ടി ജനിക്കുക. ആ പെൺകുട്ടിയുടെ ഓരോ കോശവും പെണ്ണായിരിക്കും. അപ്പൊ പ്രകടമായി കാണുന്ന ലൈംഗിക ഭാഗങ്ങൾ, സെക്സ് എന്ന് പറയുന്ന ആ സാധനം, നമ്മുടെ ഈ ഡിസ്ചാർജിനുള്ള ഓർഗൻസ്, മൂത്രയിക്കാനും വിസർജനം നടത്താനുള്ള സാധനങ്ങൾ, ഇത് കട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ വേറൊന്ന് തുന്നിപ്പിടിപ്പിച്ചതുകൊണ്ടോ, അതേപ്രകാരം പെൺകുട്ടി സ്തനം മുറിച്ചിട്ടതുകൊണ്ടോ, ആണ് സിൽക്കനും മറ്റൊക്കെ കുത്തിവെച്ചിട്ട് സ്തനഭാഗം വളർത്തിക്കൊണ്ടുവന്നുകൊണ്ടോ ഒരിക്കലും പെണ്ണാണാവൂല, ആണ് പെണ്ണാവൂല.